ഹലോ, നോമ്പൊക്കെ ആണെങ്കിലും കുറച്ച് കണ്ണിമാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആങ്ങള കൊണ്ട് തന്നെയാണ്, ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വലുതും ചെറുതായിട്ട് കുറേ ഉണ്ടായിരുന്നു. ആ മണം സഹിച്ചിട്ടുണ്ടല്ലോ, നോമ്പിൻ്റെ കൺട്രോളും. അതായത് കടിക്കണം എന്ന് തോന്നും, പക്ഷേ കടിക്കരുതെന്ന് എൻ്റെ മനസ്സിന് തന്നെ ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നു. കാരണം കണ്ണിമാങ്ങ കണ്ട് കഴിഞ്ഞാൽ ആരായാലും ഇച്ചിരി ഉപ്പും കൂട്ടി എന്തായാലും കഴിക്കും. അപ്പോൾ ഇതിനകത്ത് കുറേ വലുതും ചെറുതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് തിരഞ്ഞു മാറ്റണമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കഴുകിയെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഒരു ടവലും കൊണ്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് ആ ഒരു ഈർപ്പനൊക്കെ ഒന്ന് കളഞ്ഞെടുത്തു. കാരണം ഇതിനകത്ത് ഒട്ടും വെള്ളം തട്ടാൻ പാടില്ല. കണ്ണിമാങ്ങ അച്ചാറിടുമല്ലോ നമ്മൾ, കുറച്ച് ദിവസം ഉപ്പിലിട്ട് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അച്ചാറിടുമല്ലോ, ആ രീതിക്ക് ഉണ്ടാക്കാനാണ് കരുതിയത്. അങ്ങനെ ഞാനും ഉമ്മായും മോളും ഉണ്ടായിരുന്നു. നേരെ കഴുകി എല്ലാം എടുത്ത് ഒന്ന് വൈപ്പ് ചെയ്ത് അത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഭരണി ഉണ്ടല്ലോ, ഗ്ലാസ് ഭരണിയാണ് എടുത്തത്, മറ്റേ ഭരണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചൊനയുണ്ടല്ലോ, അതോടുകൂടി തന്നെ നമ്മൾ പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് ഇടണം. ആദ്യം ഉപ്പിട്ടിട്ട് പിന്നെ മാങ്ങ ഇടണം കേട്ടോ. ഞാൻ ആദ്യം മാങ്ങയാണ് ഇട്ടത്, പക്ഷേ ആദ്യം ഉപ്പിട്ടിട്ട് പിന്നെ മാങ്ങ ഇടുക, അങ്ങനെ ലെയർ ചെയ്ത് പോകണം. പിന്നെ ഞാനത് നേരെ ഉപ്പിട്ടിട്ട് വീണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിട്ട് പിന്നെ മാങ്ങ ഇട്ടു, പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഉപ്പിട്ടു. ഉപ്പ് കല്ലുപ്പാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ കല്ലുപ്പ് തന്നെയാണ് എടുത്തേക്കുന്നതും. അപ്പോൾ മാങ്ങ ഇട്ടിട്ട് അതിൻ്റെ പുറത്തു കൂടെ ഇട്ട് ഏറ്റവും ലാസ്റ്റ് കുറച്ചും കൂടെ ഉപ്പ് അതിൻ്റെ മുകളിലേക്ക് വാരി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് എയർ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആ മൂടിയും കൊണ്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു ഒരു ഭരണിയിൽ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 2 ഭരണിയിൽ ഞാൻ സെറ്റ് ചെയ്ത് കുറച്ച് നേരം 15 ദിവസത്തേക്ക് എന്തായാലും വെക്കാൻ കരുതി. ഇനി സെറ്റ് ചെയ്തിട്ട് ബാക്കി വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണേ.